വിഷമങ്ങളും പാട്ടായിട്ടുണ്ട്, സന്തോഷങ്ങളും പാട്ടായിട്ടുണ്ട്. അല്ല, ഈ ഇങ്ങനെ ഭയങ്കര വിഷമം വരുമ്പോ എനിക്കറിയാം ഇതൊരു പാട്ടിൽ ചെന്ന് അവസാനിക്കുമെന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ് തിരിഞ്ഞു മറിഞ്ഞു. ഉറക്കമില്ല രാത്രികളും ഉണർവില്ല പകലുകളും ഇഴഞ്ഞു നിരങ്ങി കുരച്ച് കടന്നുപോയി. ദേഹം വിറച്ചും ഉള്ളം കിതച്ചും തൊണ്ട കുഴിയതിലായി വാരിയിട്ട കനലുകളിൽ വെന്ത് ചാവും നേരത്തും കണ്ണടച്ചു മെല്ലെ ചൊല്ലി ഞാൻ, ഈ നേരവും കടന്നു പോകും. ഈ നേരവും കടന്നു പോകുമല്ലേ? അങ്ങനെ കടന്നുപോയി ഒരുപാട് ചീഞ്ഞ റിലേഷൻഷിപ്സ് ഒക്കെ എനിക്കുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം ഞാൻ പുറത്തു വന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ എല്ലാ എന്താ പറയാ കാര്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളെ കണ്ടെത്തി. ഞാൻ ഇത്രയും സ്നേഹത്തോടെ പറയുന്നത് ഗണേശേട്ടനോട് വന്ന് ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെ ആണ് ലൈഫ് പാർട്ട്ണറെ കണ്ടെത്തിയതെന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു? ഡ്രമ്മറാണ്, ആ ഒരു ബാൻഡാണോ നിങ്ങളെ രണ്ടുപേരെയും കൂടെ? ആ, ഡ്രമ്മറായിട്ടാണ് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് തുടങ്ങി. സോ വർക്ക് ചെയ്ത് തുടങ്ങി, അങ്ങനെ എസ്കലേറ്റ് ആയതാണ്. അതെ. അങ്ങനെ എന്നിട്ട് ആരാണ് ആദ്യം പറഞ്ഞത് ഓക്കെ നമുക്ക് എനിക്ക് ഒരുമിച്ച് അങ്ങ് ജീവിച്ചു തുടങ്ങാമെന്ന്? എനിക്ക് വേണ്ട, ഐ ലവ് യു എന്ന് പറഞ്ഞത് ആരാണ്? ഐ ലവ് യു ഓർമ്മയില്ല ആരാ പറഞ്ഞത്. എന്നോട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞത് ഗണേശാണ്. ആണോ? ചേട്ടനോട് ഇരിപ്പുണ്ട്, അതുകൊണ്ട് സത്യമായിരിക്കണം അല്ലേ? അപ്പൊ അത് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഞെട്ടലുണ്ടായോ? വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടായൊരു തീരുമാനമാണ് എന്ന് കേട്ടു. അതെന്താ പെട്ടെന്ന് ഇങ്ങനെ? പക്ഷെ പരിചയമുള്ള ഒരാളല്ലേ? അല്ല, ഗണേഷ് ആക്ച്വലി എനിക്ക് വേണ്ടി ലൈക്ക് എന്റെ കൂടെ പ്ലേ ചെയ്യാൻ തുടങ്ങുന്നതിന് കുറെ നാൾ മുന്നേ ഗണേഷ് ഭയങ്കരമായിട്ട് എന്റെ മ്യൂസിക് ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു, എന്റെ ഫാനായിരുന്നു. അവൻ കോളേജിൽ പഠിക്കുമ്പോ എന്റെ ഫാനായിരുന്നു. അപ്പം ലൈക്ക് തോണി ഒക്കെ ഇറങ്ങിയ സമയത്ത് പുള്ളിയുടെ ലാപ്ടോപ്പില് ഗണേഷിന്റെ വാൾപേപ്പർ എന്റെ ഫോട്ടോ ആയിരുന്നു. അതൊന്നും അപ്പൊ ഞാൻ അറിയുന്നില്ല. അതിനുശേഷം ഒരിക്കലൊരു 4-5 വർഷം മുന്നേ ചെന്നൈയിൽ എൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. സോ ആ ഷോയ്ക്ക് ഗണേഷ് പരിപാടി കാണാൻ വന്ന് ബാക്ക് സ്റ്റേജിൽ വന്ന് ഇങ്ങനെ ഫാനാണ്, സെൽഫി എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു ഫോട്ടോ ഒക്കെ എടുത്ത് പോയി. പിന്നെ കണക്ഷൻ ഒന്നും ഇല്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒരു വർഷത്തോളം കഴിഞ്ഞിട്ട് ഞാനൊരു പുതിയ ഡ്രമ്മറിനെ തപ്പി നടക്കുമായിരുന്നു. എനിക്കൊരു ഡ്രമ്മറിനെ വേണം. അപ്പൊ ഇത് ഗണേഷ് ഡ്രമ്മറാന്നൊന്നും അറിയില്ല, എനിക്ക് അന്ന് അറിയില്ല. അത് കഴിഞ്ഞ് പിന്നീട് ചെന്നൈയിൽ തന്നെ ഒരു ഷോ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഞാൻ ആ ഷോ കാണാൻ പോയപ്പോ അവിടെ ഗണേഷ് പ്ലേ ചെയ്യുന്ന കണ്ടു. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു, വായിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്തൊരു കോൺഫിഡൻസ് ആണ്. അതായത് ഇങ്ങനെ വീണ്ടും വേറെ ഫ്രണ്ടിന്റെ കൂടെ വേറെ പ്രോഗ്രാമിൽ വന്നപ്പോ ഇദ്ദേഹത്തെ തന്നെ കണ്ടുമുട്ടുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് ഞാൻ ആ പ്ലേയിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത വർഷം ബിഗിനിങ് നെക്സ്റ്റ് തുടക്കത്തില് 2017 സ്റ്റാർട്ടിങ്ങില് ഷോ പ്ലേ ചെയ്യാൻ ഞാൻ വിളിച്ചു. വന്ന് വായിച്ചു. ഏപ്രിൽ എൻഡ് ആയപ്പോഴേക്കും നമ്മൾ ഡേറ്റിംഗ് തുടങ്ങി. 2 മാസത്തില് എൻഗേജ്മെന്റ് ആയി. ആ വർഷം അവസാനം നവംബറിൽ കല്യാണം കഴിഞ്ഞു.